أعوذ بالله من الشيطان الرجيم والوالدات يرضعن أولادهن حولين كاملين لمن أراد أن يتم الرضاعة 233 വചനം. നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് ഇത് കേൾക്കുന്നത്. ഇതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ മനസ്സിലാക്കി. വൽവാലിദാത്തു യുർദിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ. അപ്പോൾ അതിൽ യുർദിഅന വൽവാലിദാത്തു യുർദിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി. മാതാക്കൾ അവരുടെ ശിശുക്കൾക്ക് 2 വർഷം തികച്ചും മുലയൂട്ടേണ്ടതാണ് എന്ന് പറയും. ഇത് സാധാരണ മാതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു വിധിയല്ല ഇവിടെ പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകണം. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, വിവാഹമുക്തയാക്കപ്പെട്ട മാതാവിനെക്കുറിച്ചാണ്, വിവാഹമോചിതയാക്കപ്പെട്ട മാതാവിനെക്കുറിച്ചാണ്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അതിൽ സംശയമൊന്നുമില്ല, മനസ്സിലായില്ല. പക്ഷേ ഇത് ഈ തലാഖിനെക്കുറിച്ച് പറയുന്ന സന്ദർഭമായതുകൊണ്ട് അത് നമ്മൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ മുലയൂട്ടുക എന്നത് യഥാർത്ഥത്തിൽ ഇത്രമാത്രം വലിയൊരു പ്രാധാന്യം ഇതിനുണ്ടോ? ഇത്ര വലിയൊരു വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ മാത്രം, നോക്കൂ, ഖുർആനാണല്ലോ ഇത്, വിശുദ്ധ ഖുർആൻ. ഇത്രമാത്രം പ്രാധാന്യത്തോടു കൂടി പറയാൻ മാത്രം ഒരു ബന്ധം, ഒരു പ്രാധാന്യം ഇതിനുണ്ട്. അത് നമ്മൾ ഓർക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മക്കളുള്ള ഇണകൾ വിവാഹമോചിതരാകുമ്പോൾ അവരുടെ കുട്ടികൾ അരക്ഷിതരാകാറുണ്ട്. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ മാതാവിനും പിതാവിനും കുട്ടികളെ വേണ്ട എന്ന അവസ്ഥ വരും. ചിലപ്പോൾ ആരെങ്കിലും ഒരാൾ പൂർണ്ണ മനസ്സോടെയോ അല്ലെങ്കിൽ അർദ്ധമനസ്സോടെയോ ഒക്കെ ഏറ്റെടുക്കും. ചിലപ്പോൾ കുട്ടികൾക്ക് വേണ്ടി മാതാപിതാക്കൾ തമ്മിൽ വടംവലി നടക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ കുരുന്നു മനസ്സുകളിൽ അസ്വസ്ഥതയുണ്ടാക്കും, അവരുടെ ഭാവി ഇരുളടഞ്ഞതാക്കും. അപ്പോൾ അങ്ങനെ വിവാഹമുക്തരുടെ കുട്ടികൾ അരക്ഷിതരാക്കപ്പെടാതെ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ അന്തരീക്ഷത്തിൽ അവർക്ക് ലഭിക്കാനുള്ളത് ലഭിച്ചുകൊണ്ട് വളരണം. അതിനാവശ്യമായ നിയമങ്ങൾ എന്ന നിലക്കാണ് ഇത്ര പ്രാധാന്യപൂർവ്വം ഇത് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ മുലയൂട്ടുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. ഒരു മാതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം യഥാർത്ഥത്തിൽ അതാണ്. അതുകൊണ്ടാണ് ഇത് ഇത്ര വലിയ ഒരു പ്രാധാന്യത്തോടു കൂടി ഈ വിഷയം പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? ഇത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരു മാതാവിന് തൻ്റെ കുഞ്ഞിന് നൽകാൻ കഴിയുന്ന ഏറ്റവും പോഷകമൂല്യമുള്ള ഭക്ഷണം ഈ മുലപ്പാലാണ്. അത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും ബുദ്ധിശക്തിക്കുമൊക്കെ സഹായമാകുന്ന പലതരത്തിലുള്ള പോഷണങ്ങൾ അതിലുണ്ട്. അതിനോളം നല്ലൊരു ഭക്ഷണം കുഞ്ഞിനില്ല. പക്ഷേ പലപ്പോഴും ആധുനിക സമൂഹം ഇതിൽ അലംഭാവം കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തെമ്പാടും മുലയൂട്ടലിനെ കുറിച്ചുള്ള ബോധവൽക്കരണമുണ്ട്. ഓഗസ്റ്റ് 1 മുതൽ 7 വരെ മുലയൂട്ടൽ വാരം ആഘോഷിക്കുന്നുണ്ട്. ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചതാണത്. മനസ്സിലായില്ലേ? ഇനി നോക്കൂ, ഇത് ഭയങ്കര അത്ഭുതമുള്ളൊരു സാധനമാണ് ഈ മുലപ്പാൽ എന്ന് പറയുന്നത്. ഒരു മനുഷ്യ സ്ത്രീയുടെ സ്തനത്തിൽ സ്ഥിതി ചെയ്യുന്ന സസ്തന ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന പാലാണ് മുലപ്പാൽ. അത് മഹാ അത്ഭുതമാണ്. പ്രസവിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ ആ സ്തനത്തിൽ ആ പാലുണ്ടാവില്ല. ഈ കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാലാണ് ആ സ്തനത്തിൽ നിന്ന് പാല് ചുരത്താൻ കഴിയുന്നത്. ഇനി അതിൻ്റെ കണ്ടൻറ്റ്, അത് എന്തൊക്കെയാണ് അതിലുള്ളത്? ഒരു കുഞ്ഞിനാവശ്യമായ പോഷകാഹാരത്തിൻ്റെ എല്ലാം അതിലുണ്ട്. അതാണ്, കൊഴുപ്പുണ്ട്, പ്രോട്ടീനുണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്,
മറ്റെല്ലാ തരം വൈറ്റമിൻസുമുണ്ട്. അതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു മാതാവിന് തൻ്റെ കുഞ്ഞിന് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം അത് മുലപ്പാലാകുന്നത്. മനസ്സിലായില്ലേ? അത്രത്തോളം, പ്രത്യേകിച്ചും ജനിച്ച ഉടനെ കുഞ്ഞിന് നൽകേണ്ട അത്രത്തോളം പോഷകസമൃദ്ധമായ മറ്റൊരു ഭക്ഷണമില്ല. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇതിലേറെ സുരക്ഷിതവും സമ്പൂർണവുമായ മറ്റൊരാഹാരമില്ല. അതാണ്. മറ്റു ഭക്ഷ്യവസ്തുക്കൾ കഴിക്കാനുള്ള പല്ലുകളും ദഹിക്കാനുള്ള സംവിധാനവും ഇല്ലാത്ത ഈ പുതിയ ശിശുവിന് ഏറ്റവും അനുയോജ്യമായ ആഹാരമായാണ് അള്ളാഹു ഈ മുലപ്പാലിനെ സംവിധാനിച്ചിട്ടുള്ളത്. ഇനി നോക്കൂ, ആ മുലപ്പാലിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും അത്ഭുതം, കുട്ടി ജനിച്ച ഉടനെ ഈ സ്തനങ്ങളിൽ നിന്ന് ഊറി വരുന്ന കൊളസ്ട്രം എന്ന പാലാണ്. ഒരു മഞ്ഞപ്പാലാണത്. അതിനെയാണ് സാധാരണ അമ്മിഞ്ഞപ്പാൽ എന്ന് പറയുന്നത്. അത് വല്ലാത്ത പോഷക സമ്പുഷ്ടമാണ്. ഇരളം മഞ്ഞ നിറമുള്ള, അതാണ് ആദ്യത്തേത്. വല്ലാത്ത പോഷകസമ്പുഷ്ടം മാത്രമല്ല, അതിന് സ്വയം രോഗപ്രതിരോധ ശേഷിയുണ്ട്. അതാണ്. അഥവാ ഒരു കുഞ്ഞിൻ്റെ രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായ എല്ലാത്തരം പ്രോട്ടീനുകളും എൻസൈമുകളും അതിലുണ്ട്. അതുകൊണ്ടാണ് ജനിച്ച ആദ്യ മാസങ്ങളിലൊക്കെ കുട്ടികൾക്ക് വല്ല രോഗം, ഇപ്പോൾ വയറിളക്കം അല്ലെങ്കിൽ ശ്വാസകോശത്തിൽ അണുബാധ, ഇതിനൊക്കെ സംരക്ഷണം നൽകാൻ യഥാർത്ഥത്തിൽ ഈ കൊളസ്ട്രമിന് അല്ലെങ്കിൽ എന്താ പറയുക, മഞ്ഞപ്പാലിന് അല്ലെങ്കിൽ അമ്മിഞ്ഞപ്പാലിന് സാധിക്കും. ഇതൊരു വല്ലാത്ത അത്ഭുതമാണ് ഈ സംവിധാനം. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് 3-4 ദിവസങ്ങൾ കഴിഞ്ഞ് കൂടുതൽ നേർമയുള്ളതും മധുരമുള്ളതുമായ പാലുണ്ടാവും. അതാണ്. അപ്പോഴേക്ക് കുട്ടിക്ക് വിശപ്പും ദാഹമൊക്കെ വരും. അപ്പോൾ ആ കുട്ടിയുടെ വിശപ്പും ദാഹമൊക്കെ മാറ്റാൻ ആവശ്യമായ സംഗതികളൊക്കെ പിന്നീടുള്ള ഈ പാലിൽ ഇങ്ങനെ വരുന്നുണ്ട്. വല്ലാത്ത അത്ഭുതമാണല്ലോ ഇത്. സാധാരണ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രസവങ്ങളൊക്കെ സിസേറിയനാണ്. സാധാരണ നോർമൽ പ്രസവമാണെങ്കിൽ പ്രസവിച്ച അരമണിക്കൂറിനുള്ളിലും, സിസേറിയനാണെങ്കിൽ 1 മണിക്കൂറിനുള്ളിലും പാലൂട്ടണമെന്നാണ് ഈ ആരോഗ്യ ശാസ്ത്രം പറയുന്നത്. എത്ര കൊടുക്കണമെന്നും കൂടി പറയുന്നത് വലിയ അത്ഭുതമാണ്. ആദ്യ മാസങ്ങളിൽ കുഞ്ഞ് കുറേ സമയം ഉറങ്ങും. അപ്പോൾ 2-3 മണിക്കൂർ ഇടവിട്ട് ദിവസത്തിലൊരു 8 മുതൽ 12 തവണ വരെ മുലയൂട്ടണമെന്നാണ് പറയുന്നത്. ഇനി പാല് കുറവാണെന്ന് വെക്കുക മാതാവിന്, എന്നാലും നിർബന്ധമായും മുല കൊടുക്കണം. കാരണം കുട്ടി കുടിക്കുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ ഉൽപ്പാദനം നടക്കുന്നത്. അതാണ് വലിയ അത്ഭുതം. അതെ, കുട്ടികൾ വളരുന്നതിനനുസരിച്ച് മാതാവിലെ മുലപ്പാൽ ഉൽപ്പാദനം കുറയും. കാരണം കുട്ടികൾക്ക് പിന്നെ അത് ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ്. ഒക്കെ വലിയ അത്ഭുതം. നമ്മൾ സാധാരണ പറയും മുലപ്പാൽ വറ്റി എന്നൊക്കെ. അതാണ്. അപ്പോൾ ഇത് ആവശ്യത്തിന് പാലുണ്ടാകാത്ത അവസ്ഥ അത് വളരെ കുറച്ചേ ഉണ്ടാകാറുള്ളൂ. വളരെ കുറച്ച് അങ്ങനത്തെ കേൾക്കാറുള്ളത്. നോക്കൂ, പട്ടിണി കിടക്കുന്ന രാജ്യങ്ങളിൽ പോലും, ആവശ്യത്തിന് ഭക്ഷണം കിട്ടാത്ത മാതാക്കൾ പോലും, അവർക്ക് ഈ നല്ല സുഭിക്ഷമായ രാജ്യങ്ങളിലെ സ്ത്രീകളുടെ അത്രയും തന്നെ അളവിൽ ഈ മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതല്ലാത്ത നിലക്ക് ആവശ്യത്തിൽ കുറവാകാറുണ്ട്. ഈ ഭക്ഷണമല്ല, മറ്റു ചില കാരണങ്ങളാൽ. മനസ്സിലായില്ലേ? അത് ഏറ്റവും വലിയ കാരണം, ശരിയായി കുട്ടിക്ക് ഇത് കുടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചിലപ്പോൾ ആവശ്യത്തിന് പാൽ ചുരത്താൻ കഴിയില്ല. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ചില മരുന്നുകളുടെ ക്രമാതീതമായ ഉപയോഗം കാരണം, അല്ലെങ്കിൽ ജലാംശക്കുറവ് കാരണം, അല്ലെങ്കിൽ മറ്റ് ചില അസുഖങ്ങളൊക്കെ കാരണമായി ഈ ആവശ്യത്തിന് പാൽ കിട്ടാത്ത അവസ്ഥ വരും. ഏതായാലും ഒരു കാര്യം വളരെ ക്ലിയറാണ്. അതെന്താ വെച്ചാൽ, മാതാവ് എത്ര പ്രാവശ്യം മുലയൂട്ടുന്നുവോ അത്രയും കൂടുതൽ പാലുൽപാദനം നടക്കും. ഇതൊക്കെ നോക്കി നിങ്ങൾ വലിയൊരു അത്ഭുതമല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ പറയാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, കുട്ടിക്ക് വിശക്കുമ്പോൾ പാൽ കൊടുക്കണം എന്ന്. അതിന് സമയമല്ല. അതാണ്. ഇത് വലിയൊരു അത്ഭുതമാണ് സത്യത്തിൽ. ഇതിൻ്റെ ഗുണം, കുഞ്ഞിന് ഇതിൻ്റെ ഗുണമുണ്ട്. കുഞ്ഞിൻ്റെ ഗുണങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ. കുഞ്ഞിൻ്റെ പൂർണ്ണമായ ശാരീരികമായ മാനസികമായ വികാസത്തിന് ഇത് വളരെ പ്രധാനമാണ്. അവൻ്റെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന്, ബുദ്ധിശക്തിക്ക് ഇതാവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ കൊളസ്ട്രത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. മനസ്സിലായല്ലോ? വലിയ അത്ഭുതമെന്ന് വെച്ചാൽ ഈ കൊളസ്ട്രം
കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ മലവിസർജനം അപ്പോഴാണ് നടക്കുന്നത്. അത് സത്യത്തിൽ ഈ കുഞ്ഞിൻ്റെ മൃദുവായ കുടലായിരിക്കും ആ സമയത്തുണ്ടാകുക. അതിനെ സംരക്ഷിക്കാൻ ഇത് വേണം. സുബ്ഹാനല്ലാഹ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പ്രതിരോധ ശക്തി നൽകുന്നത് അതാണ്. ഇങ്ങനെ ഒരുപാട് സംഗതികൾ. അതുപോലെ ഈ അണുബാധയിൽ നിന്ന് കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള പലതും. ഇതെന്നുവെച്ചാൽ ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഒരു രോഗപ്രതിരോധ ഔഷധമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരുപാട് സംഗതികൾ, ഒരുപാട് രോഗത്തിൽ നിന്ന് കുട്ടിക്കാലത്ത് ആ കുട്ടിയെ തടയുന്നത്, ഒരുപാട് രോഗത്തിൽ നിന്ന് തടയുന്നത് ഈ കൊളസ്ട്രോളാണ്. അങ്ങനെ നിരന്തരം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ അവസാനം ശാസ്ത്രം എത്തി നിൽക്കുന്നത് ക്യാൻസർ സാധ്യതകൾ പോലും കുറക്കുമെന്നാണ് ഈ കൊളസ്ട്രോൾ. അത്രമാത്രം. പിന്നെ ഈ മുലപ്പാലിൽ അടങ്ങിയിട്ടുള്ള ഒരുപാട് ആൻറ്റിബോഡികൾ, അത് കുഞ്ഞിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കും. അതുകൊണ്ടാണ് ഇത്ര സമയം കൊടുക്കണം എന്ന് പറഞ്ഞത്. ഹൗലൈനി കാമിലൈനി എന്ന് പറഞ്ഞല്ലോ. നമ്മൾ ഇത് കുഞ്ഞിന് മാത്രമല്ല, അതാണ് അതിലെ വലിയ അത്ഭുതം. കുഞ്ഞിന് മാത്രമല്ല, ഈ മുലയൂട്ടൽ നിന്നുകൊണ്ട് മാതാവിനും ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരുപാട് ഗുണങ്ങൾ. ആരോഗ്യപരമായി മാത്രമല്ല, മാനസികമായി, വൈകാരികമായൊക്കെ. അതെ, ഒരു മാതാവിൻ്റെ മാനസിക ഉല്ലാസത്തിന്, അതുപോലെ തന്നെ ഉമ്മയും കുഞ്ഞുമായുള്ള വൈകാരിക ബന്ധം വർദ്ധിക്കാൻ, അതിനൊക്കെ ഈ മുലയൂട്ടൽ വേണം. ഒരുപാടാണ്. പ്രസവശേഷം ഗർഭപാത്രം പഴയ അവസ്ഥയിലേക്ക് ചുരുങ്ങുന്നതിൽ മുലയൂട്ടലിനൊരു പ്രധാന പങ്കുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ പ്രസവശേഷമുള്ള രക്തസ്രാവം കുറക്കാൻ മുലയൂട്ടൽ സഹായിക്കും. അതുപോലെ പ്രസവത്തിന് ശേഷം സ്വാഭാവികമായി ആർത്തവം നടക്കാൻ കാലതാമസം നേരിടുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ യഥാർത്ഥത്തിൽ ഈ മുലയൂട്ടലിന് സാധിക്കും. അതുപോലെ ഒരുപാട് സംഗതികൾ. സ്തനാർബുദമടക്കമുള്ള പല അർബുദങ്ങളും വരാനുള്ള സാധ്യത കുറയും ഈ മാതാവിന് മാതാവ് മുലയൂട്ടിയാൽ എന്നാണ്. ഇങ്ങനെ ഒരുപാട് സംഗതികൾ. നമ്മൾ വലിയൊരു ഗൗരവമുള്ള സംഗതിയാണ് ഖുർആൻ ഇത്ര ഗൗരവത്തോടു കൂടി പറയുന്നത്. നമ്മൾ വലിയ അത്ഭുതമാണ്. ഇതൊക്കെ മനുഷ്യൻ അവൻ്റെ നിരീക്ഷണങ്ങളിലൂടെ അല്ലെങ്കിൽ പഠനങ്ങളിലൂടെ കണ്ടെത്തുന്നതിന് മുമ്പാണ് ഖുർആൻ ഇത് പറയുന്നത്. വൽ വാലിദാതു യുർദിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി എന്ന്. ഇനി ഇതിലെ വലിയൊരു അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യരല്ലാത്ത ജീവികൾക്കൊക്കെ ഇതുണ്ട്, മുലപ്പാലുണ്ട്. പക്ഷേ വളരെ വ്യത്യാസമുണ്ട്. ആനക്ക് പോലും മുലപ്പാലുണ്ട്, മനസ്സിലായി. പക്ഷേ വ്യത്യാസമുണ്ട്. മനുഷ്യ സ്ത്രീയുടെ മുലപ്പാലും അതുപോലെ ഈ ജീവികളുടെ മുലപ്പാലും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അത്രേ. മനുഷ്യ സ്ത്രീകളുടെ മുലപ്പാൽ അത് തലയും തലച്ചോറും കൂടുതൽ വളരാൻ ആവശ്യമായ മൂലകങ്ങളും ഘടകങ്ങളുമാണ് അതിലുള്ളത്. മറ്റത് അങ്ങനെയല്ല. മറ്റത് ശാരീരിക വളർച്ചയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതാണ്. നോക്കൂ, ഇത് വല്ലാത്തൊരു സ്നേഹബന്ധം, വാത്സല്യം, കാരുണ്യം, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇതിലൂടെ പ്രസരിക്കപ്പെടുന്നുണ്ട്. ഇത് കേവലം ഒരു പോഷകം മാത്രമല്ല, മറിച്ച് ഒരു സംസ്കാരമാണ് യഥാർത്ഥത്തിൽ അതിലൂടെ, ഈ മുലപ്പാലിലൂടെ യഥാർത്ഥത്തിൽ കൈമാറപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കണം. വലിയൊരു അത്ഭുതമാണ് യഥാർത്ഥത്തിൽ. മനസ്സിലായില്ലേ? നോക്കൂ, നമുക്കറിയാലോ മൂസാ അലൈഹിസ്സലാമിൻ്റെ കഥ. അന്ന് ആൺകുഞ്ഞുങ്ങളെ പിടിച്ച് കൊന്നുകളഞ്ഞു. ഭീകരമായ ഒരു കാലത്താണ്. അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ അലൈഹിസ്സലാമിനെ സുരക്ഷിതമാക്കാൻ ഏർപ്പെടുത്തിയ സംവിധാനം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കുട്ടിയെ പെട്ടിയിലാക്കി നൈലിൻ്റെ ഒഴുക്കിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. സംരക്ഷണം അല്ലാഹു ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് ആ കുഞ്ഞിന് മാതാവിൻ്റെ മുലപ്പാൽ തന്നെ ലഭിക്കാനുള്ള അവസരം അല്ലാഹു ഒരുക്കുന്നു. സ്വന്തം മാതാവിൻ്റെ മുലപ്പാൽ കിട്ടാനുള്ള അവസരം നഷ്ടമാക്കിക്കൂടാ എന്നർത്ഥം. കാരണം മറ്റൊന്നും അതിന് പകരമാകുകയില്ല. അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു ഗാമിദിയ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ വ്യഭിചാരക്കുറ്റം സ്വയം ഏറ്റെടുത്ത് പറഞ്ഞ് ശിക്ഷ ചോദിച്ചു വാങ്ങിയ സംഭവം ഉണ്ടല്ലോ. അന്നേരം അവർ ഗർഭിണിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, പ്രസവം കഴിഞ്ഞ് വാ എന്ന് പറഞ്ഞു. പ്രസവം കഴിഞ്ഞിട്ട് കുഞ്ഞിനെയും കൊണ്ടുവന്നു. അപ്പോൾ നബി പറഞ്ഞത് എന്താ? കുഞ്ഞിന് പോയി മുലയൂട്ട് എന്നാണ് പറഞ്ഞത്. നമ്മൾ ആലോചിച്ച് നോക്കൂ.
എന്നിട്ട് നബി എപ്പോഴാണ് ആ ശിക്ഷ നടപ്പാക്കുന്നത്? ആ കുഞ്ഞിൻ്റെ മുലയൂട്ടൽ സമയം കഴിഞ്ഞിട്ട് ഒരു റൊട്ടി കഷ്ണവും കടിച്ചുകൊണ്ട് ആ കുഞ്ഞിങ്ങനെ വന്നപ്പോഴാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ സത്യത്തിൽ ഇതൊരു വലിയ വിഷയമാണ് എന്നർത്ഥം, വലിയ ഒരു സംഗതിയാണ്. അത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഗൗരവമുള്ളൊരു കാര്യമാണ്. ഖുർആൻ ഇത്ര പ്രാധാന്യത്തോടു കൂടിയാണ് ഈ വിഷയത്തെ സംസാരിച്ചത്. അതിൻ്റെ കാരണം ഇതൊക്കെയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ചില വിധികൾ പുറപ്പെടുവിക്കുമ്പോൾ അതിലുള്ള വലിയ രഹസ്യങ്ങളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരത്ഭുതമാണ്.